ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെ വരെ ഈ നാറികള് ഈ നാറ്റക്കേസിലേക്ക് വലിച്ചിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തൊപ്പിയും നിങ്ങളുടെ ഗ്യാങ്ങും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അടിച്ച് അങ്ങോട്ട് തീർക്കുക. അല്ലാതെ അതിൽ മൂന്നാമതൊരാളെ വലിച്ചു കയറ്റിയിട്ട് അവരുടെ സമാധാനവും അവരുടെ ജീവിതം കൂടെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ പെരുമാറല്ല വേണ്ടത്. ബോധം വേണം, കുറച്ചെങ്കിലും ബോധം, വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാവണം. ഓരോന്ന് ഇവന്മാര് വിളിച്ച് അങ്ങോട്ട് പറയുന്നുണ്ട്. ഈ കേരള പോലീസൊക്കെ എന്ത് നോക്കി നിൽക്കുക? ഇപ്പൊ തുഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഇവന്മാര് തന്നെ ഇവന്മാരുടെ ലൈവിലും യൂട്യൂബിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണേലും ഏത് കോപ്പിലാണേലും വന്ന് പറയുന്നുണ്ട് ഇവന്മാര് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, ഇവന്മാരുടെ കയ്യിൽ ഈ സാധനങ്ങൾ ഇരിപ്പുണ്ട്. എന്ത് നോക്കി നിൽക്കുക? പിടിച്ചകത്തിടേണ്ട സമയം നേരത്തെ കഴിഞ്ഞു. ഇവന്മാര് തന്നെ വിളിച്ചു പറയുവാണ് ഞങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തേക്ക് 2-3 ദിവസമായില്ലേ വിളിച്ചു പറഞ്ഞിട്ട്, ഒന്നും ചെയ്യാനില്ലേ? ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നും പറഞ്ഞ് നടക്കുന്ന ഇവന്മാര് തന്നെ വന്ന് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ഇമാതിരി കാര്യങ്ങൾ ഉണ്ട്. ഇവന്മാർ എവിടെ താമസിക്കുന്നത് അറിയാതെ ഇരുത്തൊന്നുമില്ലല്ലോ. പിടിച്ചോണ്ട് പോയി അകത്തിടാവുന്ന വകുപ്പുണ്ടല്ലോ. എന്ത് നോക്കി നിൽക്കുക? ആരെ നോക്കി നിൽക്കുക? പിടിച്ചകത്തിട് പണ്ടാരങ്ങളെ, കുറച്ച് സമാധാനം കിട്ടും. എന്തൊക്കെയാ അവന്മാര് ലൈവ് വന്ന് വിളിച്ചു പറയുന്നത്? ഇവന്മാർക്ക് വല്ല ബോധമുണ്ടോ? വേറൊരുത്തൻ വന്നിട്ട് എന്റെ കയ്യിൽ ഇത്രക്കുള്ള ആസ്തിയുണ്ട്. ഇവന്മാരുടെ ആസ്തി മുതൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. എന്റെ ഉപ്പ എന്റെ പെങ്ങള് ഓള് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഓളെ ഇങ്ങനെ ഒരുത്തനാന്ന് ഓൾ ഒരിക്കലും തല ഒലിച്ച് നിൽക്കൂല. ഈ ലൈവ് തീരുമ്പോൾ അത് മനസ്സിലാവും. ഓൾ ഒരിക്കലും എന്റെ ഉമ്മയോ എന്റെ ഉപ്പയോ എന്റെ പെങ്ങളോ തല കുനിച്ച് നടക്കൂല. മനസ്സിലാ? എന്റെ ഉമ്മയോ എന്റെ ഉപ്പയോ തല കുനിച്ച് നടക്കൂല. അത് ഈ ലൈവ് തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരാളെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒക്കെ പറയാം. എന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ മെയിൻലി ഓക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇതാക്കുന്നത്. കാരണം ഓക്ക് അത്രയും ഓളെ ഇക്കാക്ക് ദുബായിൽ നിന്ന് വിളിച്ചു, ഉപ്പ വിളിച്ചു, ഓളെ ഉമ്മ ഈ പറഞ്ഞ പോലെ സീനാക്കി. അപ്പൊ എല്ലാം ഓള് എന്റെ കൂടെ നമുക്ക് കാണാൻ ബ്രദർ. അപ്പൊ മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ ഇതെന്റെ ഗേൾ ഫ്രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. മനസ്സിലായി? എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ സിസ്റ്റർ, എന്റെ ഗേൾ ഫ്രണ്ട്, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. അത് ഈ ലൈവ് തീരുമ്പോൾ നമുക്ക് നോക്കാം. അത് കിറ്റില് ഓരോ ദിവസം കൊടുക്കും. അത് ഞാൻ ചെയ്യും. പിന്നെ ഇൻസ്റ്റയിലും ഇതിലും എല്ലാം ഈ ലൈവ് തീരുന്നതോടുകൂടി എല്ലാ MRC എന്ന് പറഞ്ഞ ടാഗ് എടുത്ത് കളയും. ഉമ്മാക്കും ഉപ്പാക്കും പെങ്ങൾക്കും ഗേൾ ഫ്രണ്ടിനും വേണ്ടിയിട്ടാണ് നീ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നു. നീ എന്ത് തേങ്ങാ കൊലയാണ് ഇതില് വിളിച്ചു പറഞ്ഞേക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധം ഉണ്ടോടാ? ഉണ്ടോ? നീ ഈ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ഏതേലും പെണ്ണ് നിന്റെ കൂടെ നിൽക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്തൊക്കെയാ ഇതില് വിളിച്ചു പറഞ്ഞേക്കുന്നേ? നീ ഒരു പരമ ചെറ്റയാണെന്ന് നീ തന്നെ സ്വയം വിളിച്ചങ്ങ് പറഞ്ഞു. അതാണ് നീ ഇന്നലെ ലൈവിൽ വന്ന് കാണിച്ചേ. അല്ലാണ്ട് അവിടെ വേറൊന്നും തെളിഞ്ഞില്ല. അവൻ പറഞ്ഞു അടുത്ത ദിവസം ഇവന്റെ അടുത്ത ദിവസം ഒരുപാട് അപ്പോഴത്തെ ഇത് പറഞ്ഞു നിങ്ങൾക്ക് ആ രീതി ഞാൻ പക വെച്ച് ചെയ്തെടുത്തതാണ്. മനസ്സിലായി? അതുകൊണ്ട് അതിന്റെ ഇടയിൽ ആണെങ്കിൽ അതിന്റെ ഇടയിൽ ജാസ്തി വെച്ച് ഇങ്ങനെ പറയുമായിരിക്കും, അല്ലെങ്കിൽ അപ്പാക്ക് ഇങ്ങനെ കൊണ്ടുപോയിരിക്കും. വെച്ച് ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി തന്നാ നീ പറയുന്ന പൈസ അല്ലെങ്കിൽ തൂങ്ങിച്ചാവും. മനസ്സിലായോ? തൂങ്ങിച്ചാവൂടാ. ഇതെല്ലാം നടന്ന കാര്യമാണ്, വെറുതെ പറയുന്നതല്ലടാ. വിശ്വസിക്കാൻ പണിയായിരിക്കും. നിങ്ങളെ മനസ്സിൽ വിഗ്രഹമായിട്ട് കൊണ്ട് നടക്കുന്നില്ല, അപ്പൊ വിശ്വസിക്കാൻ പണിയായിരിക്കും. ആ രീതിയിൽ പക വെച്ച് ചെയ്തെടുത്തതാണ്. മനസ്സിലായി? അതുകൊണ്ട് റാംബോന്റെ വോയിസ് ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പെണ്ണ് കേസ് വരെ ഇവന്മാർക്കിടയിൽ ഉണ്ട് എന്നുള്ളത്. ഇവൻ തന്നെ ഒരു പി കേസിനെ കുറിച്ചിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇവന്മാരുടെ ലൈവൊക്കെ ഇത്രയും പോയിട്ടും ഇത്രയും ആൾക്കാർ കണ്ടിട്ടും എന്തുകൊണ്ട് പോലീസ് ഇതിനെതിരെ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഡ്രഗ്സിന്റെ കേസ് പറയുന്നുണ്ട്, ഇപ്പൊ ഒരു പി കേസ് പറഞ്ഞിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
മൂന്നാമതൊരാള് ഹനാൻഷിന്റെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ടിന്റെ വൈഫിനെ കുറിച്ചിട്ട് ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ലൈവ് എന്തായാലും അടിച്ചു കളഞ്ഞത് നന്നായി. ഹനാൻഷ് അത് അടിച്ചു കളഞ്ഞായിരുന്നു. എന്തിനാടാ നാറികളെ നിങ്ങൾ തമ്മിലുള്ള തമ്മിത്തല്ലില് മൂന്നാമതൊരു വ്യക്തിനെ കൊണ്ടുവന്നിടുന്നത്? നിനക്കൊന്നും വേറെ പണിയില്ലേ? ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില്, അതായത് പെണ്ണിനെ കൊണ്ടുവന്നതും മറ്റേതും മറിച്ചതും, ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഈ ഷമീറിന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്ന വാഴകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. എന്നിട്ട് ഒരവസരം വന്നപ്പോ പിറകേന്ന് കുത്തി. ആ കുത്തുന്ന കൂട്ടത്തിൽ ഇവന്മാരുടെ നാണവും മാനവും വിലയും കൂടെയാണ് പോകുന്നതെന്നുള്ള ബോധം ഇവന്മാർക്കുണ്ടോ? ഇല്ല. ഇവൻ തുടക്കത്തിൽ പറയുന്ന കേട്ടു, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് ചെയ്യുന്നത്, ഇത് പബ്ലിഷ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ഉണ്ടായേ? നീ നാറി, നീ ഇതിനേക്കാളും നാറാനിരിക്കുന്നതേ ഉള്ളു ഇനിയും. ഇത് ഇവൻ മെത്ത് എന്ന് പറഞ്ഞ സാധനം അറിയാം. ഇവന്റെ പറയാം ഞാൻ ഡ്രഗ് അടിച്ചത്, ഇവൻ ഡ്രഗ് യൂസ് ചെയ്തതിന്റെ സാധനം. ഇവൻ ഡ്രഗ് യൂസ് ചെയ്ത സാധനം എത്ര പേർക്ക് ഇവിടെ അറിയാമെന്നൊക്കെ അറിയില്ല. ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കല്ല് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ മെത്ത് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാല് എന്താ വായിൽ എന്തൊക്കെ ചവച്ചോണ്ട് നിൽക്കണം. അത് അറിയാലോ. ഇങ്ങനെ എന്തൊക്കെ ചവച്ചോണ്ട് നിൽക്കും, ഇങ്ങനെ കടിച്ചോണ്ട് നിൽക്കും, ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കടിച്ചോണ്ട് നിൽക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം ഓക്കെ, ഇങ്ങനെ കടിച്ചോണ്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാം? ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തേലൊക്കെ ചവച്ചോണ്ടിരിക്കണം എന്നുള്ളത് നിനക്ക് എങ്ങനെ അറിയാം? നീ യൂസ് ചെയ്തോണ്ട് നിനക്കത് അറിയാം. അതല്ലേ കാര്യം. അത് നിനക്ക് അങ്ങ് സമ്മതിച്ചാ പോരെ. ഞാൻ അങ്ങ് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇതിനെ കുറിച്ച് അറിയാം. പ്രശ്നം അവിടെ തീർന്നില്ലേ? ഇത് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ അറിയാലോ അല്ലേ? അറിയാലോ അല്ലേ? ഷമീറിന്റെ ഒരു വീഡിയോ തൊപ്പി ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടു കാണല്ലോ. എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല. അതിന് പകരമായിട്ട് വേറൊരു വീഡിയോ ഇന്നലെ ഷമീർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്ത് കൾച്ചർ ഇല്ലാത്തവന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് കഷ്ടാടെ ഇതൊക്കെ. പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓപ്പൺ ആയിട്ട് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. നിങ്ങൾക്ക് അവിടെ ഈ ബാത്റൂം, ബെഡ്റൂം തുടങ്ങിയ സാധനങ്ങളൊന്നും ഇല്ല. അല്ല, ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നോണ്ട് ചോദിച്ചതാ. എല്ലാ കാര്യങ്ങൾക്കും വീഡിയോ എടുക്കാനേ. നിനക്കൊന്നും ബാത്റൂമും ബെഡ്റൂമും അതുപോലുള്ള സൗകര്യങ്ങളൊന്നും ആ വീട്ടിന്റെ അകത്തില്ല. ഷമീർ പകരം വീട്ടാൻ നോക്കിയതാണെങ്കിൽ കൂടെ ഷമീർ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ തൊപ്പി വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങളും നീ ഇപ്പം എടുത്ത് വിട്ട കാര്യങ്ങളും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. തൊപ്പി പറയുന്ന ആംഗിള് വേറെയും നീ കാണിച്ച ആംഗിള് വേറെയുമാണ്. മനസ്സിലായോ? ഞാൻ നിരപരാധിയാണ് അല്ലെങ്കിൽ ഇതെല്ലാരും ചെയ്യുന്നതല്ലേ എന്ന് കാണിക്കാനാണ് നീ ശ്രമിച്ചതെങ്കിൽ പണി അവിടെ പാളിയിട്ടുണ്ട്. തൊപ്പി പറഞ്ഞ രീതി വേറെ, നീ പറഞ്ഞ രീതി വേറെ. രണ്ടാണ്. അത് ആദ്യം ഷമീർ എന്ന് പറയുന്ന നീ, പൊട്ടനായ നീ മനസ്സിലാക്കണം. ഒരു ബെഡ് അടിക്കലല്ലേ? ഒരു ബെഡ് എന്നല്ല, എന്താ പറയാ, ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു ബെഡ് അടിക്കും. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു ബെഡ് അല്ല അടിക്കാം മൂപ്പര്. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു ബെഡ്. തൊപ്പിയുടെ റൂമിൽ കയറിയിട്ട് അവിടെയുള്ള സാധനങ്ങള് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ നാട്ടിലെ പോലീസും മറ്റേ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? പബ്ലിക്കായിട്ട് ഇവന്മാർ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ഒരു ആക്ഷനും എടുക്കാനില്ല, ഒന്നും ചെയ്യാനില്ല, ഒന്നും പറയാനില്ല. ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. നിങ്ങളുടെ പേര് വെളിപ്പെടുത്താതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരുടെയും കയ്യിൽ ഇമാതിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. പബ്ലിക്കായിട്ട് ഇത്രയും കാര്യങ്ങള് 2-3 എണ്ണം വന്നിരുന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ നിങ്ങളാണോ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് സാർ ഇന്നടുത്ത് ഇന്നതുണ്ട് എന്ന് പറഞ്ഞിട്ടാകുമ്പോ നിങ്ങൾ പോയി നോക്കാൻ പോകുന്നേ? അതും അല്ലാണ്ട് വേറെ കൂട്ടി പറയുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ടേക്ക് ഇടുന്നതും. അത് നീ നാളെ കാണിക്കണോട്ടോ. നീ നാളെ ആടെ നിങ്ങൾ എന്താ പറയുന്നത്? എന്താ അവിടെ വീഡിയോ എടുക്കുന്ന, നമ്മള് വീഡിയോ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അവിടെ കണ്ട ശരത്ത് പോലും അണ്ടി കാട്ടിട്ട് നടക്കലാന്ന്. അങ്ങനത്തെ ഫ്രീഡം ഗ്യാങ് ഹൗസിൽ. പക്ഷെ നമ്മള് വീഡിയോ അങ്ങനെ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ.
വീഡിയോ എടുക്കാൻ തന്നില്ല, അല്ലെങ്കിൽ നമ്മള് മാത്രം കള്ളന്മാരായിപ്പോ തന്നെ ഇത്രയും ഇതുണ്ടാവില്ല നമ്മളെ. ഇതിനെ വേറെ വല്ല ഗ്യാങ്ങും ആയിട്ടാണ് വിളിക്കേണ്ടത്. ഉളുപ്പില്ലാത്ത കുറെ എണ്ണം. കുറച്ചെങ്കിലും നാണോ മാനോ ഉളുപ്പും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ആ വീഡിയോ പുറത്ത് വന്നിട്ട് ഇമാതിരി മെഴുകലും കൊണ്ട് വന്നിരിക്കുവോ? ഇരിക്കൂല. അതില്ലാത്തതിന്റെ പ്രശ്നമായത്. ഇതിന് എക്സ്പ്ലനേഷൻ പോലെ ഇവൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് ഇവിടെ വയ്ക്കാൻ താല്പര്യമില്ല. മെഴുകുന്നതിനൊക്കെ ഒരു 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 പരിധി ഉണ്ടടേ. മെഴുകുന്നതിനൊക്കെ ഇതിനൊക്കെ വെറും മെഴുകലെന്നൊന്നും പറഞ്ഞാൽ പോരാ. മെഴുകലിന്റെ മേളില് വേറെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ പറയണം. ഇവിടെ ഇപ്പൊ നടന്നത് എന്താണെന്നറിയോ? ഇവൻ തൊപ്പീനെ എക്സ്പോസിങ് എന്നും പറഞ്ഞ് വന്നിട്ട് ഇവൻ സ്വയം കുറെ എക്സ്പോസ് ആയി. ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഹനാൻഷയുടെ ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. കയ്യിൽ എങ്ങനെ കിട്ടിയ അടിച്ച് ചെവിക്കല് ഞാൻ പൊട്ടിക്കും. കാര്യം ഞാൻ പറയാലോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കണം. അല്ലാണ്ട് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഹനാൻഷന്റെ ആ ഒരു കാര്യം, അത് ഹനാൻഷുമായിട്ട് പോലും ബന്ധമില്ല. ആ ബ്ലോഗിൽ ഉണ്ടായിരുന്ന ഒരു പെങ്കൊച്ച്, ആ പെങ്കൊച്ചിന്റെ പേരും ആ പെങ്കൊച്ചിനെ ഈ മോൻ എന്തൊക്കെയോ പറയുന്നതും എടുത്ത് നീ പബ്ലിഷ് ചെയ്ത് വെക്കുന്നു. നിനക്ക് ബോധമുണ്ടോ? നിന്റെ വീട്ടില് നിന്റെ പെങ്ങളെയോ നിന്റെ അമ്മയോ ആണ് ഇതുപോലെ പറഞ്ഞതെങ്കിൽ നീ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യായിരുന്നോടാ നാറി. സ്വന്തമായിട്ട് വെളുപ്പിക്കാൻ വേണ്ടിട്ട് ആരെ വേണേലും ബലിയാടാക്കാല്ലേ. നീയും ബാക്കിയുള്ളവന്മാരെ അവിടെ കടന്ന് കാണിച്ചു കൂട്ടിയതിന് ആ പെങ്കൊച്ച് എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തേ? അവരുടെ ഒരു മാനസികാവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവനൊക്കെ പിടിച്ച് അകത്തിടുക വേണ്ടത്. ഹനാൻഷ കൊണ്ടുപോയി കേസ് കൊടുക്കണം ഈ നാറിയുടെ ഒക്കെ പേരില്. കിടക്കട്ടെ പോയിട്ട് അകത്ത്. ഡബിൾ ഡാഡി സിൻഡ്രോം കൊണ്ട് നടക്കണ കുറെ നിന്റെ വായില് വേറെ വല്ലതൊക്കെയാ വരുന്നത്. ഹനാൻഷയുടെ കാര്യമുണ്ട്, വലിയ എന്തോ ബോംബ് പൊട്ടിക്കുന്നെന്ന് ഇവന്മാര് വന്ന് പറഞ്ഞപ്പോ വിചാരിച്ചു എന്തോ ഹനാൻഷയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഹനാൻഷയായിട്ട് പോലും ബന്ധമില്ലാത്ത ഇവനെയൊക്കെ ഉണ്ടല്ലോ എന്തുവാ ചെയ്യണ്ടേന്നറിയോ? ഹനാൻഷ ആയതുകൊണ്ടായിരിക്കണം മിണ്ടാണ്ടിരിക്കുന്നത്. വേറെ വല്ലവരായിരുന്നെങ്കിൽ വീട്ടിൽ കയറി പട്ടിയെ തലനോലെ തല്ലിയേനെ നാറികളെ. ഞാൻ അവന്റെ വീട്ടുകാർക്കും ഗേൾ ഫ്രണ്ടിനും മറ്റേ ഇതിനും വേണ്ട ഉണ്ടാക്കാൻ വേണ്ടിട്ടായിരിക്കും കൊണ്ടിട്ടേക്കുന്നത്. എടാ 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 ബോധമില്ലാത്ത വാഴേ.